ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. UPSC പുതിയൊരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് CBIയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും യൂസ്ഫുൾ ആകുന്ന ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. UPSC പുതിയൊരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സിനെ പറ്റി നോക്കാം. ഡേറ്റ്സിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ഈ വിജ്ഞാപനം വന്നത് സെപ്റ്റംബർ 9-നാണ്. ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ്, അതായത് ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28 നവംബർ ആണ്. അതുപോലെ തന്നെ പ്രിന്റഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ 29 നവംബർ വരെയാണ്, അതായത് ലാസ്റ്റ് ഡേറ്റ് 28 വരെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ CBI. CBIയിലെ അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആയിട്ടാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു CBI ആണ്. പിന്നെ ഇതിലുള്ള പോസ്റ്റിന്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 27 വേക്കൻസീസ് ആണുള്ളത്. അതായത് നോൺ റിസർവ്ഡ്, അതായത് റിസർവ്ഡ് അല്ലാത്ത ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 8 സീറ്റും, EWSന് 4 സീറ്റും, OBCക്ക് 9 സീറ്റും, അതുപോലെ SCക്ക് 4 സീറ്റ്, അതുപോലെ STക്ക് 2 സീറ്റാണ്. ഇനി പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 11,700 ആണ്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 13 ഇയേഴ്സ് ആണ്, 30 വയസ്സാണ്. OBC ആണെങ്കിൽ 33, അതുപോലെ SC ST ആണെങ്കിൽ 35. ഓക്കെ, ആപ്ലിക്കേഷന്റെ മോഡ് ഓൺലൈൻ ആണ്. ആൻഡ് പോർട്ടൽ എന്ന് പറയുന്നത് UPSC ഓൺലൈൻ പോർട്ടലിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ, അതായത് നോർമലി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 25 റുപ്പീസ് ആണ്, 25 രൂപ മാത്രമാണ്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഇനി SC ST അതുപോലെ PWB അതുപോലെ ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് എന്താണ് ഫീ എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് അവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കിയുള്ള ആൾക്കാർ, അതായത് ജനറൽ കാറ്റഗറി, OBC അവർക്കൊക്കെയാണ് ഫീ സ്ട്രക്ചർ, അതായത് 25 റുപ്പീസേ ഫീ സ്ട്രക്ചർ ആയിട്ടുള്ളൂ. ഓക്കെ, 25 രൂപയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എന്താണ് എലിജിബിലിറ്റി വേണ്ടത്? ഇതിന്റെ എലിജിബിലിറ്റി വേണ്ടെന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ MTech. അതായത് MTech എന്ന് പറയുമ്പോൾ MTech ഫോക്കസിംഗ് ഓൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലായിട്ട് വേണം, അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിലും അതിലാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരു നോക്കിയാൽ മതി. അതായത് കാൻഡിഡേറ്റിന് ബാച്ചുലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസിൽ എന്താണ് ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം, അതായത് ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് പറഞ്ഞ 2 കാര്യങ്ങളും ഇല്ല, എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട്. അതായത് A ലെവൽ ഡിപ്ലോമ, അതായത് കമ്പ്യൂട്ടർ സയൻസിൽ A ലെവൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർ അതോടൊപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ, അതായത് എക്സ്പീരിയൻസ് ഏതിൽ വേണം? ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗിൽ വേണം. അങ്ങനെയാണെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു 28 നവംബർ 28 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡിലേ ആക്കാതിരിക്കുക. കാരണം ഡിലേ ആക്കിയാൽ പോർട്ടൽ ക്രഷ് ആവാനുള്ള സാധ്യതയുണ്ട്, അതായത് സെർവർ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്ന് 19 അത്ര ദിവസമേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് അവർക്കും കൂടി ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.